പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും പ്രിയപ്പെട്ട ജസ്റ്റിനച്ച, വില്യംസ് അച്ച, ഈ സുദിനത്തിൻ്റെ താരങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അമൽ ജോസഫ്, നിമിഷ പോൾ, അവരുടെ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രാദികളെ, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായ രണ്ട് വ്യക്തികളാണ് അമൽ ജോസഫും നിമിഷ പോളും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സുപ്രധാനമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ പങ്കുചേരുക. ഇന്നുവരെ വ്യത്യസ്ത കുടുംബങ്ങളിലായിരുന്നവർ വിവാഹമെന്ന കൂദാശയുടെ ഒന്നായി തീർന്ന് ഒരുമിച്ച് ജീവിക്കുവാനുള്ള തീരുമാനമെടുത്താണ് നമ്മുടെ മധ്യം നിൽക്കുക. അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ നമുക്ക് അഭിനന്ദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും സാക്ഷികളാക്കിക്കൊണ്ട്
കർത്താവിൻ്റെ മുന്നിൽ അവർ പരസ്പര സമർപ്പണം നടത്തി ഭാര്യ ഭർത്താക്കന്മാരായി തീരാൻ പോവുകയാണ്. അവർ ഇന്നാരംഭിക്കുന്ന ഈ കുടുംബജീവിതം, ഈ ദാമ്പത്യ ജീവിതം ഏറ്റവും സുന്ദരമായിരിക്കട്ടെ എന്ന്, സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾക്ക് ദൈവത്തോട് മാപ്പ് യാചിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വീഴ്ചയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് ശ്രവിക്കുകയും അങ്ങേ ദാസരായ അമൽ നിമിഷയുടെ മേൽ അങ്ങേ കൃപ കാരുണ്യപൂർവ്വം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ അൾത്താരയുടെ മുമ്പാകെ ഒന്നാക്കപ്പെടുന്ന ഇവർ പരസ്പര സ്നേഹത്തിൽ സ്ഥിരീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവളെ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ
യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ച ഏറ്റവും സ്നേഹവും ഉള്ള വില്യമച്ച, അമൽ ജോസഫ്, നിമിഷ പോൾ, മറ്റ് ഇവിടെയുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികളെ, അജിയും ജെയ്സനും ചേട്ടനും അനിയനും കൂടി എന്നെ ഈ വിവാഹകർമ്മത്തിൽ സംബന്ധിക്കാൻ ക്ഷണിച്ചു. ഞാൻ ഏറ്റവും കൊതിയോടെയാണ് ആ സ്വീകരണം സ്വീകരിച്ചത്, ക്ഷണം സ്വീകരിച്ചത്. കാരണം ജോബ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ജോബ് മാസ്റ്റർ, ഞാൻ ഇന്ന് നമ്മുടെ ലാറ്റിൻ റീത്തിലെടുത്തു കഴിഞ്ഞാൽ മൃതസംസ്കാര കർമ്മം, അതുപോലെ തന്നെ ഉയർപ്പിൻ്റെ അങ്ങനെയുള്ള സകല പാട്ടുകളും ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ജോബ് മാസ്റ്ററാണ്. എല്ലാം ചെയ്തെങ്കിലും അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനെ പോലെ കഴിഞ്ഞു. സിനിമയിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഇന്നും ഓർക്കുന്നൊരു ഗാനമുണ്ട്. അപ്പോൾ ഞാൻ 29 പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അവയിൽ 25 യേശുദാസാണ് പാടിയിരിക്കുന്നത്. ഒന്ന് ചിത്ര, അതായത് ഈ പൈതലാമേശ എന്ന പാട്ട്. 2 ജൻസിയാണ്, ഇളയരാജയുടെ ഗായിക. പിന്നെ ഒന്ന് ബിജു നാരായണൻ. എൻ്റെ എല്ലാ 29 പാട്ടുകൾക്കും നീഗൽ അബ്സാത്ത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ജോബ് മാസ്റ്റർ. എല്ലാ പാട്ടും ഞാൻ ജോബ് മാസ്റ്ററിനെ ആദ്യം കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ചില തിരുത്തൽ പറഞ്ഞ് എങ്ങനെ വേണമെന്നൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ എനിക്ക് വലിയൊരു കടപ്പാട് ജോബ് മാസ്റ്ററിനോടുണ്ട്. അതുകൂടാതെ സഭയ്ക്ക് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സേവനം ചെറുതൊന്നുമല്ല, വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ സഭയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ഭവനത്തിലേക്കാണ് നിമിഷ ഇപ്പോൾ പോകുന്നത്. മനസ്സിലായോ? അത് വലിയൊരു സാധാരണ ഭവനമല്ല. ഇനി ഇവിടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാം ആരാണ് സംഗീതം ചെയ്യുന്നത് വെച്ചാൽ ജോബ് മാസ്റ്റർ എന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങ് വന്നത്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. ഈ ദിനം നാം കർത്താവിൻ്റെ 3 പ്രാവശ്യം നടന്ന പ്രത്യക്ഷീകരണങ്ങളുമാണ് സ്മരിക്കുന്നത്. ഒന്ന്, കർത്താവ് തൻ്റെ ആഗമനം ലോകത്തെ മുഴുവൻ അറിയിക്കുന്നു. ജ്ഞാനികൾ അഥവാ പൂജരാജക്കന്മാരുടെ വരവ് കൊണ്ട്. 2, യോർദാൻ നദിയിൽ തീരത്ത് കർത്താവ് സ്വീകരിച്ച ജ്ഞാനസ്നാനം, അതാണ് ഇന്നത്തെ തിരുനാൾ. തത്സമയത്ത് ഒരു സ്വരം കേട്ടു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 3, കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി. അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ സുദിനത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നത് ദൈവപരിപാലന നിങ്ങളോട് കാണിക്കുന്ന മഹത്തായ വാത്സല്യമാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതം എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും പരസ്പര ധാരണയിലും കഴിയുവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈ ദിവ്യബലിയിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബലി അർപ്പിക്കുന്നു. വിവാഹം ഒരു കൂദാശയാണ്.
ഈ കൂദാശയുടെ ശ്രേഷ്ഠത വളരെ വലുതാണ്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും അവിടത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരവും പ്രകാശിപ്പിക്കാൻ ക്രൈസ്തവ മതത്തിൻ്റെ ആരംഭം മുതൽ ഇന്നോളം ഉപയോഗിച്ചു പോന്നിട്ടുള്ള സാദൃശ്യമാണ് വിവാഹം. മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ രൂപത്തെയും രണ്ട് വ്യക്തികളുടെ അവർണ്ണനീയമായ ആർദ്രതയും ഒന്നാകലിനെയും അത് വെളിപ്പെടുത്തുന്നു. ശാരീരിക തലത്തിനപ്പുറത്ത് ആത്മീയ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ പദങ്ങൾ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാൽപ്പനികമായി അഭിവന്യപ്പിക്കുക. ഒരമ്മയുടെ സ്നേഹത്താൽ ആർദ്രമായ സ്നേഹം, വിശ്വസ്തനായ ഭർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ ഉദാരമായ സ്നേഹം, ഒരു യുവ മിഥുനുവിനും ഇന്നേ വരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത മൃദുലമായ സ്നേഹം. അതുകൊണ്ട് മിസ്റ്റിക്കൽ തിയോളജിയിൽ പ്രാർത്ഥനയിൽ അങ്ങ് കോണ്ടംപ്ലേറ്റീവ് പ്രയർ ഉയർന്നു കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സ്പിരിച്വൽ പ്രപ്പോസൽ, സ്പിരിച്വൽ ബിട്രോത്തൽ, സ്പിരിച്വൽ മാരേജ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിവാഹമെന്ന കൂദാശ എത്ര മഹനീയമാണ് എന്ന്. കുടുംബജീവിതം ഭദ്രമാക്കുന്നതിനുള്ള ഒരു ഘടകമാണ് ദമ്പതികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നു, മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. വേദപാരംഗതയായ ലിസ്വിലെ കൊച്ചുത്രേസ്യ ഞങ്ങളുടെ സഭയുടെ അംഗമാണ്. കൊച്ചുത്രേസ്യ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തൻ്റെ സ്വയംകൃത ചരിത്രത്തിൽ, ഒറ്റ വാക്ക് കണ്ണുനീരിൽ ഉയർത്തിയ മനോഹര സൗധത്തെ തകർത്ത് കളയാൻ മതിയാകും. അതുകൊണ്ട് മനസ്സിൻ്റെ സമചിത്തത പോകുന്ന അവസരങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ പറയുന്ന വാക്കുകൾ അതിന് വിട്ടു പോകാതെ ശ്രദ്ധിക്കണം. പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയുകയില്ലല്ലോ എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എന്നും തൊബിയാസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത ഓർക്കുക. സന്ദർഭം ഇതാണ്, കൊച്ചു തൊബിയാസ് ഭാര്യയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന രംഗം. വിവാഹം കഴിഞ്ഞ് സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന തൻ മകളോട് റാഘുവേൽ, അതായത് പിതാവ്, പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. യജ്ഞ അമ്മ മകൻ തോബിയാസിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. വിവാഹ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. അടുത്തത് വിവാഹ ആശീർവാദ കർമ്മമാണ്. അമൽ ജോസഫിൻ്റെയും നിമിഷ പോളിൻ്റെയും ഓരോ സാക്ഷി അവരുടെ സമീപത്ത് വന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്തുറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ കൃഷ്ണനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസ്ത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക.
അമൽ ജോസഫ്, നിമിഷ പോൾ, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണോ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെ മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താഹത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താക്കാരനുപുറം സ്വീകരിച്ച് അനുശാസനകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും അങ്ങ് കനിഞ്ഞ് ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രക്കോടി അങ്ങ് കനിഞ്ഞ് ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിന് വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തു സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമരുളണമേ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളൂ. പ്രിയ സഹോദരരെ, തിരുസഭയും സർവ്വലോകത്തെ വിശേഷിച്ച് ഇന്ന് വിശ്വവിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ പ്രിയ മക്കൾ സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം ഇവർക്ക്
100 മടങ്ങായി തിരിച്ചു കിട്ടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കനായിലെ കല്യാണ വിരുന്നിനെ വിശുദ്ധീകരിച്ച് ക്രിസ്തുനാഥ, ഇന്ന് വിവാഹബദ്ധരായ ഞങ്ങളുടെ ഈ പ്രിയ മക്കൾ അമലിനെയും നിമിഷയെയും അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ നിർമ്മലവും ഉദാരവുമായ അങ്ങേ സ്നേഹത്താൽ എന്നും നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ്റെ സമാധാനം ഇവരുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ക്രിസ്തീയ കുടുംബങ്ങളും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകകളായി ജീവിക്കാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നത് വരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കാരുണ്യം പെയ്യും നീ ബലിവേദിയിൽ, കൈക്കുള്ളിൽ പൂക്കളായി വന്നു നിൽക്കാം. വൃത്താരിൽ സ്നേഹം നിറച്ചു നൽകൂ. തൃക്കൈയാൽ എന്നെ അനുഗ്രഹിക്കൂ. കാരുണ്യം പെയ്യും നീ ബലിവേദിയിൽ, കൈക്കുള്ളിൽ പൂക്കളായി വന്നു നിൽക്കാം. വൃത്താരിൽ സ്നേഹം നിറച്ചു നൽകൂ. തൃക്കൈയാൽ എന്നെ അനുഗ്രഹിക്കൂ.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും വിവാഹ കൂദാശയുടെ ഉടമ്പടിയാൽ അങ്ങ് സംയോജിപ്പിച്ച ഇവരെ പിതൃവാത്സ്യത്താൽ കാത്തുപാലിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവേ, ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയത് യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ദൈവമേ, പാവന സ്നേഹത്തിൽ ശാന്തിതൻ ദിവ്യമാഭേദ്യമാം ശൃംഖലയാൽ സ്ത്രീയും പുരുഷനും ദാമ്പത്യബന്ധത്തിൽ ഒന്നായി പ്രതിഷ്ഠിതരായിടുന്നു. സന്താനവർദ്ധനവേനും നരവംശം എന്നും നിലനിന്നും പോരുവാൻ നിൻ പരിപാലനത്താലെ ശിശുജന്മം മാനവരാശിക്ക് ഭൂഷണമായി. ജ്ഞാനസ്നാനത്താലെ വീണ്ടും ജനിച്ചവർ സത്യസഭയെ വളർത്തിടുന്നു. ആകയാൽ ആമോദവായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മലാഖമാർ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിഹരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ മക്കളെ തൃക്കൺ പാർക്കണമേ. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും സഹായ മെത്രാൻ ആൻ്റണിയോടും ആഗോള സഭയിലെ എല്ലാ മെത്രാന്മാരോടും വൈദികരോടുമൊപ്പം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ
നമ്മളിപ്പോൾ പാടിയ ഈ പാട്ടുണ്ടല്ലോ, കർത്താവിൻ്റെ പ്രാർത്ഥന, അത് ജോബ് മാസ്റ്റർ ഹിന്ദോള രാഗത്തിൽ ചെയ്തതാണ്. എത്രയോ വർഷങ്ങളായി നമ്മൾ പാടുന്നത്, ഇനിയും നമ്മൾ പാടിക്കൊണ്ടിരിക്കും. അത്ര ഹൃദയസ്പർശകമായ മെലഡികളാണ് ജോബ് മാസ്റ്റർ നൽകിയിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ അൾത്താരെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നിക്കപ്പെടാനിരിക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായിത്തീർന്ന ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസനായ അമൽ ജോസഫിൻ്റെയും നിഷ പോളിൻ്റെയും മേൽ അങ്ങേ വലത്തുകരം കനിവാർന്ന് നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരേ ഹൃദയവും ഒരേ ആത്മാവുമായി തീരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ നിമിഷ പോളിനെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവ്വം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങേ ദാസനായ അമൽ ജോസഫിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവെ, അങ്ങേ തിരുമുമ്പാകെ വിവാഹബന്ധത്തിൽ ഒന്നായിത്തീർന്ന അങ്ങേ മേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നൽകുന്ന ശാന്തി ഞാൻ നിങ്ങൾക്കായെന്നുമേ ശിഷ്യന്മാരോടരുൾ ചെയ്തുവല്ലോ. ഞങ്ങൾ തൻ പാപങ്ങൾ ഒന്നൊന്നുമോർക്കാതെ തൃക്കൺ പാർത്തിടണം നിൻ സഭയെ. വിശ്വാസം പാലിക്കും സത്യസഭയ്ക്കെന്നും ശാന്തിയും ഐക്യവും ഏകിടണം. ഞങ്ങളർപ്പിക്കുമി പ്രാർത്ഥന കേൾക്കണേ. എന്നെന്നും ജീവിച്ചു വാഴും നാഥ. ഞങ്ങളർപ്പിക്കുമി പ്രാർത്ഥന കേൾക്കണേ. എന്നെന്നും ജീവിച്ചു വാഴും നാഥ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിരുന്നിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ കൂദാശയാൽ ഒന്നായി തീർന്ന ഇവർ അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമം മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവ്വം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ,
മഴ പെയ്യും മൊഴിയായി ലോകം നീടും വരെയും തളരല്ലേ കുഞ്ഞേ കാവൽ മരമാനും ഞാൻ കുളിരോടും ചത്തുറങ്ങാം കണ്ണുറങ്ങ് നീ വിണ്ണിലെ മലരെ പൂവില്ലലിപ്പോ